ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവൻ ജീവിതത്തിൽ വളർന്നു വരും. വളർന്നു വന്നു. നിങ്ങളായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്കായിരിക്കും ഈ വചനം കേൾക്കുന്നത്. അവർ അനുഗ്രഹത്തോടെ വളർന്നു വരാൻ ദൈവം ഇടവരുത്തും. വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്കു കേട്ട ആ വാക്കിനോട് പ്രതികരിച്ച, ആ വാക്കിൽ വിശ്വാസമർപ്പിച്ച, ആ ദർശനത്തോട് മറുതലിക്കാതിരുന്ന സാമുവേലിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അടുത്ത വാക്യം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അവൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവൻ്റെ വാക്കുകൾക്കൊരു വിലയുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരു അമ്മയായിരിക്കാം, അപ്പനായിരിക്കാം, യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, ആരുമാകട്ടെ, നിങ്ങളുടെ വാക്കിന് പോലും ഒരു വിലയുണ്ടാവും. തീരുമാനങ്ങൾക്ക് വിലയുണ്ടാവും, നിലപാടുകൾക്ക് വിലയുണ്ടാവും. അത് വീട്ടിലായാലും നാട്ടിലായാലും അതെവിടെയായാലും നിങ്ങളുടെ വാക്കുകൾ പോലും വിലയുള്ളതായി മാറും. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല. അടുത്ത വാക്യമാണ്, സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞു. അവൻ വലുതായി അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, അവൻ ദൈവാനുഗ്രഹത്തിൽ വളർന്നുവെന്ന് ആ ദേശത്തുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞു. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ ശീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇങ്ങനെ തോരാത്ത മഴ പോലെ തുടർന്നുകൊണ്ടിരുന്നു. ഈ വചനങ്ങൾ മറക്കാതിരിക്കുക. ദൈവത്തിൻ്റെ ദർശനം കണ്ട, ആ വാക്കുകൾക്ക് വില കൊടുത്ത സാമുവേൽ ജീവിതത്തിൽ തകർന്നുവെന്നോ പരാജിതനായെന്നോ ലക്ഷ്യത്തിലെത്തിയില്ലെന്നോ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. അവൻ്റെ വാക്കിന് വില വന്നു. അവൻ്റെ പേരും ആ ദേശം മുഴുവൻ ആളുകൾ അറിയാനിട വന്നു. അത് അനുഗ്രഹമുള്ളൊരു വ്യക്തിയായി മാറി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അനുഭവിക്കാൻ കഴിയാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് ദൈവവചനം കേൾക്കാൻ നിങ്ങളെ ദൈവം വിളിച്ചതാണ്. ആ സമയത്ത് എനിക്കിതിലൊന്നും താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല. അല്ല, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് ഈ വചനം കേൾക്കാൻ, ഈ വചനം ശ്രദ്ധിക്കാൻ. ആ വചനം കേൾക്കാൻ നിന്നെ ദൈവം വിളിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ, ആമേൻ പറയാതിരുന്നാൽ, സ്വീകരിക്കാതിരുന്നാൽ വേറെ ആർക്കുമല്ല